ക്ലൈമാക്സ് കിട്ടി, ഉഗ്രൻ ക്ലൈമാക്സ് കിട്ടി, അത്യുഗ്രൻ ക്ലൈമാക്സ് കിട്ടി. ഭാസ്കരേട്ടാ ക്ലൈമാക്സ് കിട്ടി, ഉഗ്രൻ ക്ലൈമാക്സ് കിട്ടി. കൃഷ്ണസ്വാമി ക്ലൈമാക്സ് കളിച്ചാച്ചേ, പ്രമാദமான ക്ലൈമാക്സ് കളിച്ചാച്ചേ. ഭാസ്കരേട്ടാ എന്താ ഭാസ്കരേട്ടാ ഓ. ഭാസ്കരേട്ടാ ക്ലൈമാക്സ് കിട്ടി. ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്, മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. 10 ദിവസമാണ് നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടി തല പെരുപ്പിച്ചത്. ക്ലൈമാക്സ് കിട്ടി, എ റിയൽ ത്രില്ലർ, എ സ്റ്റണ്ണിംഗ് ട്വിസ്റ്റ്, എ നെയിൽ ബൈറ്റിംഗ് ഫിനിഷ്. എന്താണ് ക്ലൈമാക്സ്? അതെ ഭാസ്കരേട്ടാ, ഒളിച്ചോടേണ്ടി വന്ന അതേ നാട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് രവി തിരിച്ചെത്തുകയാണല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി രവി സ്റ്റേഷന്റെ വെളിയിലേക്ക് വരികയായിരുന്നു. അപ്പോഴവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇല്ലില്ല ക്ലൈമാക്സ് ഞാൻ പറയില്ല. പടം കാണുമ്പോൾ ഭാസ്കരന്റെ ത്രില്ല് നഷ്ടപ്പെടും. തിരക്കഥയിൽ അവിടെ ചില തിരുത്തലുകൾ ബാക്കിയുണ്ട്. പിന്നെ കാണാം. ക്ലൈമാക്സ് കിട്ടി, ക്ലൈമാക്സ് കിട്ടി. കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഇന്നാണ് അവൻ ഇത്രയെങ്കിലും നോർമലായത്. മുറിക്കകത്ത് എപ്പോഴും ഒച്ചയും വേണമല്ലേ. ഇടയ്ക്ക് കഥ കൊണ്ടു പുറത്തു വരും, ശൂന്യതയിലേക്ക് നോക്കി പിച്ചും പേയും പറയും, പിന്നെയും അകത്തേക്കോളും. ആകെ കൂടി ഒരു തൂങ്ങിച്ചാകാൻ പോകുന്നുണ്ട് മട്ട്. ഇത്രയും വലിയ മരണവിപ്രാളാണോ ഈ സിനിമ കഥ എഴുത്ത്? ഞാനിതുവരെ എഴുതി നോക്കിയിട്ടില്ല. എന്നാലൊന്ന് എഴുതി നോക്ക്. ഉദയന്റെ പടത്തിൽ തനിക്ക് വല്ല വേഷം കിട്ടുമോ? ഓ, നമുക്കതിന് വലിയ സ്റ്റാർ വാല്യൊന്നും ഇല്ലല്ലോ. അതറിയാമെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇങ്ങനെ മദ്രാശി കിടന്ന് കറങ്ങുന്നത്? കുറെ കാലമായില്ലേ നാട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ കഴിഞ്ഞൂടെ? നിങ്ങളിവിടെ കുറെ കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി അവർക്ക് സൗകര്യം കിട്ടാനായിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയിക്കൂടെ? വെറുതെ അല്ല നന്നാവാത്തത്. ഓ, ഭയങ്കരമായിട്ട് നന്നായ ഒരാള്. ഭാര്യയും 3 പിള്ളേരും കൂടി ഒറ്റ മുറിയിലാ താമസം. അതേ മുറിയിൽ തന്നെ വെപ്പും കുടിയും. എന്നിട്ടും ടാറ്റയെന്നാ വിചാരം. ഒറ്റ മുറി ടാറ്റ ഭാസ്കരൻ. തലയിൽ മുഴുവൻ തിരക്കഥയായിരുന്നുകൊണ്ട് രാജപ്പ നിന്നെ ഞാൻ കണ്ടതേ ഓർത്തില്ല. അയ്യോ, ഇതെന്താ ബംഗ്ലാദേശുകാരെ പോലെ പെട്ടിയും പുല്ലുവായൊക്കെ ആയിട്ട്? നുണ പറയുന്നില്ല. വാടക പ്രശ്നത്തിൽ ഹൗസ് ഓണർ ഇറക്കി വിട്ടു. തന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. എന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഇവിടെ കയറി താമസിക്കാനുള്ള പരിപാടിയാണോ? അല്ല, പിന്നെ ഈ പെട്ടിയും പായും എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ ഉദയ? ആ കളി വേണ്ട. സൂചി കയറ്റാൻ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു എന്നാ തന്റെ വിചാരം? 6 മാസം മുമ്പ് മറ്റൊരു ഹൗസ് ഓണർ തന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ തനിക്ക് ഇവിടെ അഭയം തന്നു. എന്നിട്ട് താൻ എന്താ കാണിച്ച്? ഉദയൻ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന 2 പേരെ അവിടെ കയറ്റി താമസിപ്പിച്ചു. അവരുടെ നിന്ന് വാടകയും വാങ്ങി. എന്റെ മുറി കണ്ടവന്മാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തനിക്ക് ആരധികാരം തന്നു? കണ്ടവന്മാരെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കണമായിരുന്നു. ഈ കണ്ടവന്മാരെ കയറ്റി താമസിപ്പിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? തെറ്റ് സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല, പോരെ. ഞാൻ തന്നെ ഒരു തവണ കൂടെ സഹിക്കാം. പക്ഷെ ഒന്നറിയണം, താൻ എന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും? അത് ഉദയ, നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമല്ലോ. അല്ല, സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയാൽ അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഏത് സിനിമയിൽ? തനിക്ക് ആരും നല്ല വേഷം തരാൻ പോകുന്നത്? പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. ഇപ്പം നടക്കുന്ന കാര്യമല്ലോ ഉണ്ടേ പറ. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും. ഉദയ, പിന്നല്ലാതെ. താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ അഭിനയം? Acting is what reacting. It is behaving. Do you know what Stanislavski said about acting? പ്ലീസ്, ഈ വിസ്കേപ്പിച്ച് 100ാം തവണയാണ് താൻ എന്നോട് പ്രസംഗിക്കുന്നത്. എന്നിട്ട് താൻ എന്തിന് നല്ലൊരു വേഷം പ്രതീക്ഷിക്കുന്നു രാജപ്പ?